കുട്ടൻ്റെ നിക്കാഹ് സെറിമണിയിലാണ് കല്യാണം നിക്കാഹ് സെറിമണി. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓവർ റൈറ്റ്. യാ, ഹിബ ഇസ് റൈറ്റ്. യാ, ഹിബ ഇസ് റൈറ്റ്, ഓൾവേസ് റൈറ്റ്. ഇനി നമ്മുടെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മാനുവിന് ഒരു പെണ്ണ് നോട്ടാണ്. ഇടയിൽ കൂടെ അല്ല, മാനു പറഞ്ഞാൽ ഈ കുട്ടൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുട്ടനെന്ന് പറഞ്ഞാൽ ബേസിക്കലി മാനുവിൻ്റെ അനിയനാണ്. അപ്പം മാനുവിന് അതിൻ്റെ ഒരു കോംപ്ലക്സ് നല്ലോണം ഉണ്ട്. അപ്പോൾ പക്ഷേ മാനുവിന് ജസ്റ്റ് 29+ ഉള്ളൂ. പക്ഷേ നല്ല ക്യാരക്ടറാണ്. ഓക്കെ, ഇല്ല 29+. ഓക്കെ, 28+. ഓക്കെ, അപ്പോൾ ഇത് മാനു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മാനു ആ പച്ചക്കുട്ടി ആദ്യം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ മാനു റോസ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ചർച്ച അതാണ്. പിന്നെ നെതക്കൊരു ലൈൻ ഉണ്ടെന്ന് പറഞ്ഞ്, ദീപക്കും പറഞ്ഞ് കൊറിയൻ ലൈന്. അടുത്തതായി നമുക്ക് നമ്മുടെ ഇത് പറയണ്ടേ, അടുത്തതായി നമുക്ക് നമ്മളെ പുതിയാപ്പിളയെയും പുതിയണ്ണിനെയും പരിചയപ്പെടാം. കുട്ടാ വരൂ. എന്താ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഫീലിംഗ് എന്താ വെച്ചാൽ തല നിറച്ച് എന്തൊക്കെ ടെൻസ്ഡ് ആണല്ല? അടിപൊളിയാണ്, പരിപാടി കിട്ടിയോണ്ട് ഓക്കെയാണ് അല്ലേ? റെഡിയാണ്, തകർക്കൂ, ഹാപ്പിയാണ്. അപ്പം എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീൽ? എന്താണ് എന്താ ഞാൻ പറയാ? നിങ്ങളെല്ലാവരും കല്യാണം കഴിക്കും. സ്റ്റേജ് മേലത്തെ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട്? കുറേ നേരം ചിരിച്ച് കളിച്ച് എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അല്ലേ? ഇത് സംസാരിക്കും കുറച്ച്. എന്താ പറയണ്ടേ? സ്റ്റേജ് മേലത്തെ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേജ് മേട്ടാൽ ഭയങ്കര മെക്കാനിക്കലാണ്. പക്ഷെ നമ്മൾ രസമാണ് എല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ. അതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പുതിയ തലമുറ എല്ലാവരോടും പറയാനുള്ളത് നേരത്തെ കല്യാണം കഴിക്കുക. പ്രചോദനം ഉൾക്കൊണ്ട് 1, 2, 3 കിട്ടുക. അല്ല, മാനുവിനെ കുറിച്ചാണ് മാനു ഇല്ലായിരുന്നെങ്കിൽ ഈ പരിപാടി ഭംഗിയാവില്ലായിരുന്നു. പിന്നെന്താ, മാനുവിന്റെ മുഖം നോക്കിയിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക്. മാനുവിന്റെ മുഖം നോക്കിയിട്ടൊന്നും അല്ല. മാനുവിന്റെ കാര്യം ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടാണ്. എല്ലാ ഫേഴ്സിനും റെഡ് ബുൾ കമ്പനിക്കും ബൽക്കീസിനും പിന്നെന്താ എങ്ങനെയുണ്ട് അവളെ മരുവൻ? എങ്ങനെയുണ്ട് മരുവന്റെ ഡ്രസ്? പൊളിയല്ലേ, ഷാറല്ലേ? ഹാപ്പിയല്ലേ? സെറ്റ്. ഞങ്ങള് നല്ലോണം നോക്കിയാണ്. അതാണ് തരാൻ തോന്നണമൊന്നുമില്ല, എന്നാലും അനിവാര്യമാണല്ലേ. സേഫ് ആയിട്ടുള്ള കരങ്ങളിലാണ് എത്തിപ്പെട്ടത്. നിങ്ങളെ സാരി അടിപൊളിയാണ്, ഷാറാണ്. അളിയനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫാമിലി ഞങ്ങൾ വലിയ ഞാൻ 2 ദിവസം മുമ്പാ കണ്ടേ. കുറച്ചായിട്ടില്ല വന്നിട്ടുള്ളൂ. ഈ ഫാന് സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ? ഞാൻ വാങ്ങി. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ കൊണ്ടെടുക്കണ്ടേ. അളിയനെ കുറിച്ച് എന്തെങ്കിലും പറയേ. നല്ലതാണ്, ഞാൻ പറയാനാ. അതല്ല അവിടുത്തെ ചോദ്യം. അളിയനെ കുറിച്ച് പറയും. മുത്തു ഇവിടെ കമോൺ. ഇങ്ങോട്ട് വരി. നോക്കാം, വാ. എങ്ങനെയുണ്ട് ഇന്നത്തെ ഡേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ക്ഷീണമായിരുന്നു അല്ലേ? ഹാപ്പി അല്ലേ? ഏതായാലും ക്ഷീണത്തിലൂടെ നല്ലൊരു സന്തോഷത്തിലൂടെ ഹാപ്പിയല്ലേ? ക്ഷീണല്ലേ? ഹാപ്പിയാണ് അല്ലേ? എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ചിരിച്ചാതെ പറയും. നല്ല എക്സ്പീരിയൻസ് അല്ലേ? ആദ്യമായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആണല്ലേ? നാളെ ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്താ? വീട്ടിൽ പോവാ അല്ലേ? നല്ലൊരു ഔട്ട്ഡോർ ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സെറ്റ് ആക്കണം. നമുക്ക് കുനി പോവാ. ഞാൻ എൻ്റെ കയ്യിൽ ഭദ്രം രണ്ടാളൊരു ക്ലോസപ്പ് എടുത്താ. പോവാ
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നമുക്ക് മുത്തുതാത്തനെ കുറിച്ചാണ്ട് നമുക്ക് ആണെങ്കിൽ ഉണ്ട് മുത്തുതാത്തിനെ കുറിച്ചാണ്ട് ചോദിച്ചു നോക്കാം. ഉഷാറല്ലേ? ഗൈസ്, ആദ്യമായിട്ടാണ് ഞാൻ ഒരു കല്യാണത്തിന് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിൽക്കണേ. എന്ത് പറയണ്ടേ? അപ്പം നിന്റെ കല്യാണത്തിന് ഞാൻ ഫോട്ടോ ഷൂട്ടൊന്നുമില്ല. AI-ക്ക് ഞങ്ങൾ രണ്ടാളി ഫോട്ടോ ഇട്ട് കൊടുക്കും, എഡിറ്റ് ചെയ്യും, മാത്രം. ഒളിച്ചോട്ടം മാംഗോ ജ്യൂസ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നു ബാബു. നമ്മൾ ക്ഷീണിച്ച് അവശനായി തൊണ്ടയിൽ വെള്ളമില്ലാതെ നിൽക്കുമ്പോൾ ഒരു നീരുറവ, അത് ആ വെള്ളത്തിനും ആ മറ്റതിനും എല്ലാത്തിനും അത് സത്യം പറഞ്ഞാൽ മരുഭൂമിയിൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കാറ്റടിച്ചപ്പോൾ സംസം വെള്ളം വന്ന പോലെ ആയിരുന്നു. ഇസ്മായിൽ നബി കാറ്റടിച്ചപ്പോ സംസം വെള്ളം വരിക. ഇസ്മായിൽ നബി കാറ്റടിച്ചപ്പോൾ വെള്ളം വന്നേ. സുലൈമാൻ നബി അങ്ങനല്ല, ഇസ്മായിൽ നബി കാലിട്ടടിച്ചപ്പോൾ സംസം വെള്ളം വന്നു. കാലിട്ടടിച്ചപ്പോ പറഞ്ഞേ അത് ചെക്കാണല്ലോ. എങ്ങനെ കാലിട്ടടിച്ച്? എത്ര വയസ്സായപ്പോ? ചെറിയ കുട്ടിയായപ്പോ? 7 വയസ്സായപ്പോ. ചെറിയ കുട്ടിയാകുമ്പോഴല്ലേ കാലിട്ടടിച്ച് കരയാ? മറിയൻകുട്ടി അതല്ല, ചില ഇവിടെ മറ്റേ എന്താടാ മദ്രസിൽ എത്ര ക്ലാസ് പഠിച്ചു? വിഷയത്തിൽ നിന്ന് വൈതെറ്റി മാറി. മാംഗോ ജ്യൂസ്, ചിക്കു ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്. വിശന്ന് വല്ലഞ്ഞ് ദാഹിച്ച് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ജ്യൂസ് വാങ്ങി തന്ന ഈ വീട്ടുകാർക്ക് ഒരുപാട് അഭിനന്ദനങ്ങളല്ല, നന്ദി. അഭിനന്ദനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് മറികടന്നാൽ. അല്ലാത്ത പക്ഷേ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കരുത്. അല്ലെങ്കിൽ നന്ദി, അല്ലെങ്കിൽ താങ്ക്സ്. ഓക്കെ, താങ്ക്സ്. ഓക്കെ. ബാംഗ്ലൂർ പോയി മാറിയതാണ് കുഞ്ഞിക്ക. ബാംഗ്ലൂർ പോയി ഇൻഡിപെൻഡന്റ് ആയ ഞങ്ങള്. ഓ കൽസാ ഫോട്ടോ മാടി വീട്ടിൽ കളമ്പിട്. ओ फोटो खींचा तो इधर हाँ जल्दी वापस जाओ. चल हो के जाने बोले ए बादल की जाले ये चुप है मेरी है हम सफल फलक तक चल साथ मेरे. വെഡിങ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കത്. നമ്മളെ നിക്കാഹ് ആക്ച്വലി കഴിഞ്ഞു. വെഡിങ് ഷൂട്ടിലേക്ക് വരുന്നു. കഴിഞ്ഞു കയറ്റും. വാ പോയേക്കാം. ഹലോ ബ്രൈഡ് ആൻഡ് ഗ്രൂം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അത് കിട്ടി. ക്യാമറമാൻ ബ്രൈറ്റിനെ പറ്റി എന്താ പറയല്ലേ? അടിപൊളിയാണ്. നല്ല നമുക്ക് എപ്പോഴും ക്യാമറമാൻ ആകുമ്പോൾ എന്താ വേണ്ടി, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കപ്പിൾസിനെ നമുക്ക് ആവശ്യം. കാരണം അങ്ങനത്തെ നമുക്ക് നിന്നരാനൊക്കെ ഇപ്പം ഷൂട്ടിനായാലും എല്ലാത്തിനും നമ്മളെന്താ ഉദ്ദേശിച്ച് അങ്ങനത്തെ ഒരു ഔട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ബ്രൈഡിനും ഗ്രൂമിനെയാണ് നമുക്ക് കിട്ടിയത്. അതിന്റെ അപ്പുറം എക്സ്പെക്ടേഷൻസിന് അപ്പുറത്ത് കിട്ടിയാണ്. അതെ, അത് കേറി എന്റെ ബിഗ് ഫാനാണ് പാമ്പ് വരുവോളെ. അതെ, എന്നിട്ട് പറയല്ലേ. അപ്പൊ ഞാനിപ്പോ ആദ്യമായിട്ട് സെലിബ്രിറ്റിനെ കാണുന്നത്. ആരെ തോന്നുന്നത് കണ്ടിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് വ്ളോഗറാ തോന്നുന്നുണ്ട്. ഓളായി വിഷ്വൽ മീഡിയ അല്ലേ? മൾട്ടിമീഡിയ മലബാർ
മലബാർ. അപ്പോൾ അതാ ഞാൻ മൈക്ക ഇതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആരെല്ലാം പറ്റിയിട്ട് സെലിബ്രിറ്റികൾ കുട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ സെലിബ്രിറ്റിനെ ഇറക്കി ഞങ്ങൾ ഒന്നും നോക്കിയില്ല കൊണ്ടുവന്നു ഞങ്ങൾ ഗൈസ്. ഇൻസ്റ്റ ഐഡിയ നമ്മളിത് കാണിച്ചു. അതെ ഇൻസ്റ്റയിലേക്ക് കാണിച്ചു. ഫോളോ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. അതെ അടിപൊളി വീഡിയോസ് അതെ. പക്ഷെ കുറച്ച് ഇമോഷണൽ ഒക്കെ ആണ്, കരയും. ഞാൻ കയറണോ കുഞ്ഞു മനസ്സിലൊന്നും കാണരുത് തന്നെ? അതാ ഞാൻ കണ്ടത് എന്റെ മനസ്സിലുള്ളതൊന്നും കാണരുത്, വേഗം കരയും. തന്നെ. ഈ അമ്മാതിരി കണ്ടിട്ടുണ്ടല്ലേ കരയെന്ന് പറഞ്ഞ പോലെ തന്നെ 2 ദിവസം കരഞ്ഞിരിക്കും പറഞ്ഞു. ഒരു കുട്ടിയുടെ അനിയത്തിയാ. അപ്പൊ ഇനി തന്നെ അതിൻ്റെ കൈമാറുന്നു. അപ്പൊ മൈക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. മഞ്ഞക്കിളി എന്താ പറയാനുള്ളത്? നമുക്ക് സെലിബ്രിറ്റിനെ കുറെ നേരം നമ്മള് നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പക്ക ഇങ്ങനെയൊക്കെയാണ്. ഈ മുഫീദ് ബാബ ഇതില് കുറെ നേരമായി താർ ഓണാക്കിട്ടിട്ട് ഇവിടെ ഒരാൾ ഇരിക്കണേ. നീലക്കുയിൽ നീലക്കുയിൽ മടിയാണ് അല്ലേ? ഓക്കെ, എല്ലാ തൊട്ടിത്തരങ്ങളും എടുക്കുന്ന ആളില്ലേ? എന്തായിരുന്നു ഔട്ട്ഫിറ്റ്? ഷർട്ട് 1500. അല്ല സത്യം പറഞ്ഞാൽ മതി. പാൻസ് 1500. ബവാരിക്കിന്റെ ഷൂ, ബവാരിക് ജർമ്മൻ കമ്പനി 2500. വാച്ച് 4000. Yeah, Casio. No. I am challenging you. This 4000 Casio. Full outfit is mine. ഔട്ട്ഫിറ്റ് അല്ല ചോദിച്ചത്. Watch is also. This is very cheap. This is around 200 rupees. നമ്മളെ ഔട്ട്ഫിറ്റ് വർത്ത് പറയട്ടെ. Yes, tell me. ഒരു ഔട്ട്ഫിറ്റിന് എത്ര അറിയോ? 4000. 4000. You are from here? I am from Kunin. You Oh, are from I'm from Vengala. Vengala. Yeah. Okay, you are studying right. Yeah. You are from Ketingandi, not Ketingandi. Remote Piskambadi. Yeah, Piskambadi. No, I'm not Piskambadi. I'm Polkundu. Polkundu. That now is their Piskambadi's name changed to Lavishpadi. Yeah. അയ്യേ ചാളി. എന്തിനാ ചെറിച്ചേ? That was the worst comedy I have ever heard. You know that? നല്ല ഊള കോമഡി. ഊള കോമഡി. ഓക്കെ ബൈ. നീ വല്ല മടുത്ത് ഞാൻ അങ്ങോട്ട് പോവാം. ഗൈസ് ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും സീൻ ഫോട്ടോഗ്രാഫി. എഡിറ്റാണ്. ഗൈസ് ഒന്നും വിചാരിക്കരുത്, ഇവിടെ ഉള്ളവരൊക്കെ ബ്രെയിൻലെസ് ആണ്. ഏതായി മണ്ടൻ. എന്നാലും ഇതിന് 1500 തന്നെ പറ്റിച്ചതാ. അന്നെ ഞാൻ പറയുമ്പോ സാരോജനി മാർക്കറ്റിൽ നിന്ന് 800. Sorry. If you guys can't afford us, you can go. കാച്ചടാ ഇംഗ്ലീഷ്. Tell me. Come on. Speak. പേസടാ. സ്പീക്കടാ. പേച്ചടാ. How are you? പേസടാ. Ya chalo. പേസടാ. ഇംഗ്ലീഷ് അറിയാ? Yes. Yeah, he is unmarried. I'm not rich. I'm not bad, but I'm unmarried. Yeah. മനു, ഈ ഒരു വൈകിയ വേളയിൽ വസീമിന് എത്ര വയസ്സായി? വസീമ 27 വയസ്സ്. വളരെ യങ് ആണ്. യെസ് ഐ ആം ജസ്റ്റ് 27. മുത്തുതാത്ത ഇന്ന് രാത്രി തിരിച്ചു പോണോ? പോയത് തന്നെ എന്താ പോവാൻ അനുവാദമില്ല. ഈ മനക്കേ കയറിയാ പോവാൻ അനുവാദമില്ല. ചാത്തന്മാരെ കൊണ്ടുവരും തന്നെ. നീ ഒന്നും കാണാത്ത നിനക്കൊന്നും അറിയാത്ത പരമശിവുണ്ട്. അതാ കാണു അവതാരല്ല. ഇരിക്കണോ?
കസാറാണോ? പറയൂ എന്താ മൈക്കോട് ഈ ബ്രൈഡിനെ എന്താ പറയുള്ളൂ? ഫസ്റ്റ് ഫോട്ടോഷൂട്ടിനെ കുറിച്ച് പറയൂ. നമുക്കൊന്നും പറയാം. നാളെ ഫോട്ടോഷൂട്ട് വേണോ വേണ്ടേ? നാളെ വേണ്ടേ? ഒന്നുമില്ലേലും ഡ്രസ്സ് എടുത്തല്ലേ, അപ്പൊ ഫോട്ടോ വേണ്ടേ? ഡ്രസ് എടുത്ത മുതലാണോ? അതെ. വേറെ ആരും കിട്ടാത്തിട്ട് വള്ളൊക്കെ കൊടുക്കണ്ട കിട്ടാത്തല്ലേ? ചെക്കന്മാരും കുട്ടികളും ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളവര് ഫോണും വിളിച്ച് ഇരിക്കുകയൊക്കെ ചെയ്യും. അത് ഇല്ലാത്തവർ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പ്രേമിക്കാൻ കിട്ടാഞ്ഞിട്ടല്ല മാനു അത് പറയും. കിട്ടിട്ടാണെങ്കിൽ പ്രേമിച്ചൊക്കെ നിങ്ങളെ പ്രേമിച്ചാൽ കൂടുതൽ നമ്മൾ പ്രേമിച്ചില്ല. പക്ഷെ അതിനോട് കൈമ്പില്ലാന്ന് കണ്ടതിനോട് ഒഴിവാക്കി വിട്ടതാ. അത്രേ ഉള്ളൂ. അതായത് നമ്മൾ രണ്ടുപേരിലെ എണ്ണം കഴിയില്ല നമുക്ക്. ബൽക്കീസിന് 3 പ്രപ്പോസൽ. രണ്ടാമത്തെ മാനുവിന്റെ പ്രേമങ്ങളൊക്കെ പറഞ്ഞാല് ഇന്റർകാസ്റ്റ് പ്രേമങ്ങളായിരുന്നു. ഉത്സവം ഉണ്ടാവുമ്പോ മാനു ഉത്സവത്തിന് പോകും. ക്രിസ്മസ് അപ്പൂപ്പ ഉണ്ടാവുമ്പോ ക്രിസ്മസ് അപ്പൂപ്പ കാണാൻ പോകും. അത് തീർച്ചയായും എങ്ങനെങ്കിലും ഒന്ന് കിട്ടിയാൽ പെണ്ണ് കിട്ടാതെ എനിക്ക് വയസ്സായില്ല. എനിക്കൊരു പ്രപ്പോസൽ വരുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാനൊരു ബിസിനസ് മാൻ ആണ്. ഉണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് ലോൺലെസ് ആണ് ഞങ്ങളോടാ. സോറി. ബ്രൈഡിനുള്ളതും പിടിച്ചുപടി നിൽക്കുന്നു. ബ്രൈഡിന് നമ്മളെ വീട്ടിലേക്ക് വരികയാണ്. ബ്രൈഡിന്റെ വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് തന്നെ പോകും. ബിക്കോസ് നാളെ നമ്മൾ കൊണ്ടുവരും. കുട്ടൻ പറയുന്നു ബ്രൈഡിനെ ഇവിടെ നിർത്തിയേ മതിയാവുന്നു, പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല ഗൈസ്. ബ്രൈഡിന് പോവും വേണം. ബ്രൈഡിന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. എന്താ ബ്രൈഡും ഗ്രൂമും നടന്നു വരുന്നു. കുട്ടന്റെ സ്നേഹവും ഒരു പ്രൈവസി ഇല്ല, എല്ലായിടത്തും കൊണ്ട് കിടക്കുക. വീഴ്ത്തിയത് എന്നാണ് അവൾ പറഞ്ഞില്ല മോളെ. അതെ അതെ, അങ്ങനെ തന്നെ അക്ഷരം തെറ്റാതെ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. അതെന്നും നിലനിൽക്കാം. ഞങ്ങളെ കുട്ടൻ സ്നേഹമുള്ളവനാ, വാത്സല്യമുള്ളവനാ, ചാങ്കുറപ്പുണ്ടാടാ. അതെ, ഞാൻ കുട്ടനെ പറഞ്ഞാടാ. ചങ്കുരുണ്ടാ. കുറച്ച് സൗണ്ട് കുറവാണ്. പല്ലെടുപ്പ് കമ്പി കെട്ടല്ല വാർക്കല്ല. ഡെന്റൽ ക്ലിനിക്. ഞാൻ നാളെ ഓഫീസിൽ പോയി കുറച്ച് പൈസയുടെ കാര്യം ക്ലിയർ ആക്കാൻ. പൈസ നേരത്തെ വരണം. എപ്പോൾ എത്തണം? നമ്മളൊരു 9 കുറച്ച് റീൽ എടുക്കാനുള്ള പരിപാടി ഉണ്ട്. ആവും, അത് കഴിഞ്ഞിട്ട് എത്തുള്ളൂ. എന്തായാലും ഞാൻ എത്തുമ്പോൾ 10 ആവും. 10 ആവും. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു മുട്ടിപ്പാട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, മുട്ടിപ്പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്ന് മിണ്ടുവാൻ.